ഡോക്ടർ ശ്രീജയെ പോലുള്ള നല്ല മനസ്സുകൾ മാതൃകയാകുമ്പോഴും അതല്ലാത്ത ഒരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഈ എയ്ഡ്സ് ദിനത്തിൽ നമുക്ക് പോകേണ്ടി വരുന്നത്. റിപ്പോർട്ടിന്റെ ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ്. സംസ്ഥാനത്ത് HIV ബാധിതർക്ക് സർക്കാർ നൽകുന്ന ധനസഹായം മുടങ്ങിയിട്ട് 10 മാസമായിരിക്കുന്നു. എയ്ഡ്സ് രോഗികൾക്ക് പ്രതിമാസം നൽകുന്ന 1000 രൂപ ധനസഹായമാണ് മുടങ്ങിയത്. സർക്കാർ പണം അനുവദിക്കാത്തതിനാലാണ് ധനസഹായം മുടങ്ങിയതെന്നാണ് വിവരാവകാശ പ്രവർത്തകൻ രാജു വാഴക്കാലയുടെ അപേക്ഷയ്ക്ക് സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി മറുപടി നൽകിയിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ 10,000-ലേറെ HIV പോസിറ്റീവ് ഉണ്ടെന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർക്ക് പ്രതിമാസം 1000 രൂപയാണ് ചെറിയൊരു തുക ധനസഹായമായിട്ട്, പെൻഷനെന്നല്ല, ഒരു ധനസഹായമായിട്ട് സംസ്ഥാന സർക്കാർ നൽകുന്നത്. അത് കഴിഞ്ഞ 9 വർഷത്തെ തുക കുടിശ്ശികയാണെന്നാണ് ആരോഗ്യവകുപ്പ് തന്നെ പറയുന്നത്. ഏകദേശം 10 കോടി രൂപയുടെ അടുത്ത് കുടിശ്ശിക കാണുന്നുണ്ട്. അപ്പോൾ മറ്റ് ഒരു വിഭാഗങ്ങൾ കൊണ്ടും സഹായമില്ലാതെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് കഴിയുന്ന അവരെ സഹായിക്കേണ്ട ഒരു കടമ പ്രാഥമികമായ സ്റ്റേറ്റിനുള്ളതാണ്. അപ്പോൾ സ്റ്റേറ്റ് ഒരു വിഹിതം കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അത് കൃത്യമായിട്ട് ലഭിക്കുന്നില്ല. മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളൊക്കെ കൃത്യമായിട്ട് സംസ്ഥാന സർക്കാർ വലിയൊരു തുക സംസ്ഥാനത്ത് ചിലവഴിക്കുമ്പോൾ ഇത് ഏകദേശം ഒരു മാസം ഏകദേശം 1.5 കോടി 1 കോടി രൂപയെ ചിലവ് വരുന്നുള്ളവർക്ക് സഹായമായിട്ട് നൽകുന്നത്. അത് തടസ്സപ്പെട്ട് ഇരിക്കുന്ന ഒരവസ്ഥ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അലി അക്ബർ ഷാ നൽകും വിവരങ്ങൾ. അലി, ചേർത്ത് പിടിക്കേണ്ടുന്ന ഒരു വിഭാഗമാണ്. പലർക്കും HIV ബാധയോടൊപ്പം മറ്റ് അനുബന്ധ അസുഖങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതിനുള്ള ചികിത്സയൊക്കെ തേടേണ്ടതുണ്ട്. 1000 രൂപയാണ് ധനസഹായമായി ലഭിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അതും മുടങ്ങിയിരിക്കുന്ന ഒരവസ്ഥയാണ്. 10 മാസമായി പണം കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും വിനീത, സംസ്ഥാന സർക്കാർ HIV ബാധിതർക്ക് നൽകുന്ന ധനസഹായമാണ് കഴിഞ്ഞ 10 മാസമായി മുടങ്ങിക്കിടക്കുന്നത്. കഴിഞ്ഞ സെപ്റ്റംബർ മാസം വരെയുള്ള കണക്കുകൾ അനുസരിച്ച് 9.65 കോടി, ഏകദേശം 10 കോടിയോളം രൂപയാണ് ഈ ഇനത്തിൽ മാത്രം കുടിശ്ശിക വന്നിരിക്കുന്നത്. 10 മാസമായി HIV ബാധിതർക്ക് ഈ ധനസഹായം ലഭിച്ചിട്ടില്ല. മറ്റെല്ലാ ക്ഷേമ പെൻഷനുകളും പോലെയല്ല. വിനീത പറഞ്ഞതുപോലെ സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെടുന്ന വിഭാഗങ്ങളിൽ ഏറ്റവും ചേർത്ത് നിർത്തേണ്ട, ഏറ്റവും പിന്തുണ നൽകേണ്ട വിഭാഗമാണ് HIV ബാധിതരെന്ന് പറയുന്നത്. എല്ലാ മേഖലകളിൽ നിന്നും അത്രയേറെ അവഗണന അനുഭവിക്കുന്ന, മാറ്റി നിർത്തപ്പെടുന്ന ഒരു വിഭാഗമാണ്. ഈ ഘട്ടത്തിൽ പോലും ഇത്രയും സാമൂഹ്യപരമായി പരിഷ്കരിക്കപ്പെട്ടിട്ട് പോലും HIV ബാധിതർ എന്ന് പറയുന്നത് 1000 രൂപയാണ് പ്രതിമാസം HIV ബാധിതർക്ക് ഈ ധനസഹായമായി സംസ്ഥാന സർക്കാർ നൽകിക്കൊണ്ടിരുന്നത്. സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ്, അതായത് ആരോഗ്യവകുപ്പിന് കീഴിലുള്ള സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ ധനസഹായം നൽകിക്കൊണ്ടിരുന്നത്. 2012 ഇത്തരത്തിൽ HIV ബാധിതർക്ക് ഈ ധനസഹായം നൽകുന്ന ഈ രീതി ഇത് സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 400 രൂപ ഈ ധനസഹായവും 120 രൂപ അവരുടെ യാത്രാ ഭത്തയുമാണ് നൽകിയിരുന്നത്. പിന്നീട് ഇത് 1000 രൂപയിലേക്ക് ഉയർത്തുകയായിരുന്നു. ഈ തുക ഇത്തരത്തിൽ നൽകാതെ കിടക്കുന്നു എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ വീഴ്ച തന്നെയാണ്. 9.65 കോടി, 10 കോടി രൂപ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മറ്റെല്ലാ ക്ഷേമനിധികളും ഇടപെടൽ നടത്തുന്ന സംസ്ഥാന സർക്കാരിന് അതൊരു വലിയ തുകയല്ല. പക്ഷേ അവർ മാറ്റി നിർത്തപ്പെടുന്നത്, HIV ബാധിതർ ഈ മേഖലയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നത്, സഹായത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നത് വലിയ വീഴ്ചയാണ്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യവുമാണ്. നിലവിൽ കഴിഞ്ഞ നവംബർ വരെയുള്ള കണക്കനുസരിച്ച് സംസ്ഥാനത്ത് 10,458 ആളുകളാണ് HIV ബാധിതർക്കുള്ള ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്നത്. എന്തായാലും 9.65 കോടി രൂപ 10 മാസം കൊണ്ട് കുടിശ്ശിക വരുത്തിയിരിക്കുന്നു സംസ്ഥാന സർക്കാർ എന്നത് ഈ എയ്ഡ്സ് ദിനത്തിൽ അത് വളരെ ഞെട്ടിക്കുന്ന വാർത്തയാണ്, ഞെട്ടിക്കുന്ന കണക്കുമാണ്. അടിയന്തരമായ ഒരു ഇടപെടൽ ഉണ്ടാകേണ്ട വിഷയം കൂടിയാണ് വിനീത. HIV ബാധിതരുടെ ഈ ധനസഹായം സംസ്ഥാന സർക്കാർ വരുത്തിയിരിക്കുന്ന കുടിശ്ശിക അത് അടിയന്തരമായി കൊടുത്തു തീർക്കണം എന്ന വിഷയം. ശരി, അവർക്ക് പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് തന്നെ സർക്കാരിന്റെ ഒരു അടിയന്തര ഇടപെടൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഈ വാർത്ത സർക്കാരിന്റെ മുന്നിലേക്ക് വെക്കുകയും ചെയ്യുന്നു. ഏതായാലും അലി അക്ബർ ഷായാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. നമുക്ക്